മെച്ചപ്പെട്ട മഴയും ബുദ്ധിമുട്ടിക്കാത്ത ചൂടുമായി 2025 വേനൽക്കാലം തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ വേനൽ മഴയുടെ കണക്കുകൾ പരിശോധിക്കാം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പെയ്ത വേനൽ മഴയുടെ കണക്കാണ്. 2021 181.3 മില്ലിമീറ്റർ മഴയാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പെയ്തത്. 2022 243.3 മില്ലിമീറ്റർ മഴയായി കൂടി. 2023 അത് 107.4 മില്ലിമീറ്റർ മഴയായി. 2024 മഴ വളരെ കുറഞ്ഞു. 52.6 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഈ 2 മാസങ്ങളിൽ ലഭിച്ചത്. ഇത്തവണയാകട്ടെ 192.1 മില്ലിമീറ്റർ മഴ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് ലഭിച്ചു. പസഫിക് സമുദ്രത്തിലെ എൽ നിനോ പ്രതിഭാസം കാരണമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് മഴ കുറഞ്ഞത്. ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഇതുവരെ പെയ്ത വേനൽ മഴ 39% അധികമാണ്. ശരാശരി ലഭിക്കേണ്ടത് 153 മില്ലിമീറ്റർ മഴയായിരുന്നു. പെയ്തത് 213.1 മില്ലിമീറ്റർ മഴ. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഒഴികെ മറ്റെല്ലായിടത്തും ശരാശരിയിലും അധികം മഴ പെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകൽ താപനിലയിലും മാറ്റമുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഈ മാസങ്ങളിൽ താപനില 40-ന് മുകളിൽ വന്നിരുന്നു. എന്നാൽ ഇത്തവണ മാർച്ച് ഏപ്രിൽ മാസത്തേക്കാൾ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഫെബ്രുവരിയിലായിരുന്നു. വേനൽ മഴ സജീവമായി തുടരും. കാലവർഷം എത്തുന്നതേ ഉള്ളൂ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷത്തിൽ ഇക്കുറി സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.